Hi everyone, welcome to Biorank. അപ്പോൾ +2 ബോട്ടണി സെക്കൻഡ് ചാപ്റ്റർ ആയ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇനി സെക്കൻഡ് ക്ലാസ് പാർട്ട് 2 ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൈക്രോസ്പൊറാഞ്ചിയത്തിനെ കുറിച്ച് പഠിച്ചല്ലേ. ഇനി മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്ത് എങ്ങനെയാണ് പോളൻ ഗ്രെയിൻസ് ഫോർമേഷൻ നടക്കുന്നതെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ഓരോ മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്തും ഹോമോജീനിയസ്ലി ക്ലോസ്ലി പാക്ഡ് ചെയ്തിരിക്കുന്ന സെൽസിനെയാണ് സ്പോറോജീനിയസ് ടിഷ്യൂ എന്ന് പറയുന്നതെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് കേട്ടോ ഈ ക്ലാസ്. അപ്പോൾ പുതിയതായിട്ട് വീഡിയോ കാണുന്നവർ കഴിഞ്ഞ ക്ലാസ് കൂടി കണ്ടാലേ ഈ കണ്ടിന്യൂഷനിലൂടെ നമുക്ക് ഈ ക്ലാസ് മനസ്സിലാകും. അപ്പോൾ സ്പോറോജീനിയസ് ടിഷ്യൂ എന്താണെന്ന് മനസ്സിലാകാത്തവരെല്ലാം കഴിഞ്ഞ ക്ലാസ് കൂടെ കണ്ട് മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. ഈ സ്പോറോജീനിയസ് ടിഷ്യൂവിലെ ഓരോ സെൽസും മൈക്രോസ്പോർ മദർ സെൽ ഓർ പോളൻ മദർ സെൽ ഓർ PMC ആയിട്ട് ആക്ട് ചെയ്യും. എന്താ പോളൻ മദർ സെൽ ഓർ PMC? പോളൻ ഗ്രെയിനിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള സെൽസിനെയാണ് PMC എന്ന് പറയുന്നത്. PMC അല്ലെങ്കിൽ പോളൻ മദർ സെൽ അല്ലെങ്കിൽ മൈക്രോസ്പോർ മദർ സെൽ എന്ന് പറയുന്നത്. Then each PMC undergo meiosis to form 4 haploid microspores. പോളൻ മദർ സെല്ല് അല്ലെങ്കിൽ PMC എന്നത് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെല്ലാണ്. ഈ ഓരോ PMCക്കും മിയോസിസ് നടക്കുന്നു. നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. ഒരു ഡിപ്ലോയിഡ് സെല്ലിന് മിയോസിസ് നടന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 4 ഹാപ്ലോയിഡ് സെൽസ് ആയിരിക്കും. അതുപോലെ ഈ ഓരോ PMCക്കും മിയോസിസ് നടന്ന് 4 ഹാപ്ലോയിഡ് മൈക്രോസ്പോർസ് ഫോം ചെയ്യുന്നു. ഈ 4 മൈക്രോസ്പോർസും കൂടി ചേർന്ന് ഒരു ക്ലസ്റ്റർ പോലെയായിരിക്കും കാണുന്നത്. ഇങ്ങനെ 4 മൈക്രോസ്പോർസുകൾ കൂടി ചേർന്ന് കാണുന്നതുകൊണ്ട് ഇതിനെ മൈക്രോസ്പോർ ടെട്രാഡ് എന്ന് പറയാം. അപ്പോൾ മൈക്രോസ്പോറോജെനസിസ് എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഹാപ്ലോയിഡ് മൈക്രോസ്പോർസ് ഫ്രം ഡിപ്ലോയിഡ് പോളൻ മദർ സെൽ ത്രൂ മിയോസിസ്. ഒരു ഡിപ്ലോയിഡ് പോളൻ മദർ സെല്ലിൽ നിന്ന് മിയോസിസ് വഴി ഹാപ്ലോയിഡ് മൈക്രോസ്പോർസ് ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് മൈക്രോസ്പോറോജെനസിസ്. ഇങ്ങനെ ഓരോ മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്തും ഓരോ സ്പോറോജീനിയസ് സെല്ലിൽ നിന്നും ഓരോ മൈക്രോസ്പോർ ടെട്രാഡ് വീതം, അതായത് ഓരോ സ്പോറോജീനിയസ് സെല്ലിൽ നിന്നും 4 മൈക്രോസ്പോർ വീതം ഫോം ചെയ്യുന്നു. Then the haploid microspore dissociate from each other and develop into pollen grains, and pollen grains are released by the dehiscence of anther. അപ്പോൾ ഈ മൈക്രോസ്പോർ ടെട്രാഡ് ഡിസോസിയേറ്റ് ചെയ്യാൻ തുടങ്ങും. അതായത് 4 മൈക്രോസ്പോറുകൾ ഒരുമിച്ച് ചേർന്നുള്ള മൈക്രോസ്പോർ ടെട്രാഡിൽ ഇത് പതിയെ സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് ഓരോ മൈക്രോസ്പോർസും പോളൻ ഗ്രെയിൻസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. ആൻഡ് ഫൈനലി പോളൻ ഗ്രെയിൻ മെച്ചുർ ആകുമ്പോൾ ആന്തർ ഡെഹിസൻസിലൂടെ പോളൻ ഗ്രെയിൻസ് പുറത്തേക്ക് റിലീസ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. നമ്മൾ പഠിച്ച മൈക്രോസ്പോറോജെനസിസിൻ്റെ ഒരു കൺക്ലൂഷൻ നമുക്ക് നോക്കാം. ഈ ഫ്ലോ ചാർട്ട് ഒന്ന് ഒബ്സർവ് ചെയ്യുക. മൈക്രോസ്പോറോജെനസിസ് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർ ആണെന്ന് നമുക്കറിയാം. ഫസ്റ്റ് ആന്തറിൻ്റെ പ്ലോയിഡ് ഡിപ്ലോയിഡ്. ആന്തറിനകത്ത് മൈക്രോസ്പൊറാഞ്ചിയം ഉണ്ട്. മൈക്രോസ്പൊറാഞ്ചിയം ഡിപ്ലോയിഡ് ആണ്. മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്ത് സ്പോറോജീനിയസ് ടിഷ്യൂസ് പ്രസൻ്റ് ആണ്. ഈ സ്പോറോജീനിയസ് ടിഷ്യൂവിൻ്റെ പ്ലോയിഡിയും ഡിപ്ലോയിഡ് ആണ്. ദെൻ സ്പോറോജീനിയസ് ടിഷ്യൂവിലെ ഓരോ സെല്ലും മൈക്രോസ്പോർ മദർ സെല്ലായിട്ട് ആക്ട് ചെയ്യുന്നു. മൈക്രോസ്പോർ മദർ സെല്ലും ഡിപ്ലോയിഡ് ആണ്. ദെൻ മൈക്രോസ്പോർ മദർ സെല്ലിന് മിയോസിസ് നടക്കുന്നു. മൈക്രോസ്പോർ മദർ സെല്ലിന് മിയോസിസ് നടന്നിട്ട് മൈക്രോസ്പോർ ടെട്രാഡ് ഫോം ചെയ്യുന്നു. ഇവിടെ നടന്ന ഡിവിഷൻ മിയോസിസ് ആയതുകൊണ്ട് ഫോം ചെയ്യുന്ന മൈക്രോസ്പോർ ടെട്രാഡ് ഹാപ്ലോയിഡ് ആയിരിക്കും. പിന്നെ മൈക്രോസ്പോർ ടെട്രാഡ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാലോ. ഒരു മൈക്രോസ്പോർ മദർ സെല്ലിൽ നിന്ന് 4 മൈക്രോസ്പോർസ് ആണ് ഫോം ചെയ്യുന്നത്. ഇവർ യുണൈറ്റ് ചെയ്തൊരു ക്ലസ്റ്റർ പോലെ ഇരിക്കുന്നത് കൊണ്ട് ഇതിനെ മൈക്രോസ്പോർ ടെട്രാഡ് എന്ന് പറയുന്നു. ഇനി നെക്സ്റ്റ് എന്താ, മൈക്രോസ്പോർ ടെട്രാഡ് ഡിസോസിയേറ്റ് ചെയ്ത് ഓരോ മൈക്രോസ്പോർസും പോളൻ ഗ്രെയിനായി ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ഒന്നുകൂടി പറയാം, ഒന്ന് ഓർത്ത് വയ്ക്കാം. ആന്തർ, ദെൻ മൈക്രോസ്പൊറാഞ്ചിയം, മൈക്രോസ്പൊറാഞ്ചിയത്തിൽ സ്പോറോജീനസ് ടിഷ്യൂ, ദെൻ സ്പോറോജീനസ് ടിഷ്യൂവിലെ മൈക്രോസ്പോർ മദർ സെൽ, ദെൻ ബൈ മിയോസിസ് ഫോം മൈക്രോസ്പോർ ടെട്രാഡ്, ആൻഡ് ഫൈനലി പോളൻ ഗ്രെയിൻ.
ദെൻ നെക്സ്റ്റ് പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചർ നോക്കാം. അതിനു മുമ്പ് ഓർത്തു വെക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് പോളൻ ഗ്രെയിൻ റെപ്രസെൻറ്റ് ദ മെയിൽ ഗാമെറ്റോഫൈറ്റ്. മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്സിലെ ക്യാരി ചെയ്യുന്ന സ്ട്രക്ചറാണ് ഗാമെറ്റോഫൈറ്റ് അല്ലേ. മെയിൽ ഗാമെറ്റോഫൈറ്റ് എന്ന് പറയുന്നത് പോളൻ ഗ്രെയിൻ ആണ്. അതേപോലെ ഫീമെയിൽ ഗാമെറ്റോഫൈറ്റ് എംബ്രിയോസാക്ക് ആണ്. അത് നമുക്ക് വഴിയെ പറയാം. ദെൻ പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചറിലേക്ക് കടക്കുകയാണെങ്കിൽ പോളൻ ഗ്രെയിന് 2 വാൾസ് ഉണ്ട്. പോളൻ ഗ്രെയിൻ ഹാസ് 2 ലെയർഡ് വാൾസ്, ഔട്ടർ എക്സൈൻ ആൻഡ് ഇന്നർ ഇൻറ്റൈൻ. അപ്പോൾ ഔട്ടർ വാൾ ആണ് എക്സൈൻ. എക്സൈൻ ഹാർഡ് ആയിട്ടുള്ള ലെയർ ആണ്. ഈ ലെയറിന് ഈ ഹാർഡ്നെസ് കൊടുക്കുന്നത് സ്പോറോപോളനിൻ എന്നൊരു മെറ്റീരിയൽ ആണ്. സ്പോറോപോളനിന് ഒരുപാട് സവിശേഷതകളുണ്ട്, അത് നമുക്ക് പറയാം. അതിനു മുമ്പ് പോളൻ ഗ്രെയിൻ്റെ ഔട്ടർ വാളാണ് എക്സൈൻ, അതേപോലെ ഇന്നർ വാള് ഇൻറ്റൈൻ ആണ്. ഇൻറ്റൈൻ എന്നത് എക്സൈനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് സ്മൂത്ത് ആൻഡ് തിൻ വാളാണ്. ഇൻറ്റൈൻ ഈസ് മേഡ് അപ്പ് ഓഫ് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. സെല്ലുലോസും പെക്റ്റിനും വെച്ചാണ് ഇൻറ്റൈൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പോളൻ ഗ്രെയിന് 2 ലെയർ ഓഫ് വാൾസ് ആണ്. ഏതൊക്കെയാണ്? എക്സൈൻ ആൻഡ് ഇൻറ്റൈൻ. ഔട്ടർ വാള് എക്സൈൻ ആൻഡ് ഇന്നർ വാള് ഇൻറ്റൈൻ. എക്സൈൻ is made up of sporopollenin and intine is made up of cellulose and pectin. പിന്നെ ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ്, എക്സൈൻ എന്നത് ഹാർഡ് ആയിട്ടുള്ളൊരു ലെയർ ആണ്. ഈ ഹാർഡ്നെസ് കൊടുക്കുന്നത് സ്പോറോപോളനിൻ ആണ്. ദെൻ ജേംപോർസ് എന്താണെന്ന് നോക്കാം. എക്സൈൻ ഹാസ് എ പ്രോമിനന്റ് അപ്പർച്ചർ. അപ്പർച്ചർ എന്ന് പറയുന്നത് ഓപ്പണിങ് അല്ലെങ്കിൽ പോറാണ്. വിച്ച് സ്പോറോപോളനിൻ ഈസ് ആബ്സെന്റ്, ദാറ്റ് ഈസ് ജേംപോർസ് ത്രൂ വിച്ച് പോളൻ ട്യൂബ് കം ഔട്ട് ഡ്യൂറിങ് ദ ജെർമിനേഷൻ ഓഫ് പോളൻ ഗ്രെയിൻ. അതായത് നമ്മൾ പറഞ്ഞു പോളൻ ഗ്രെയിൻ്റെ ഔട്ടർ വാള് എക്സൈൻ ആണെന്നും ആൻഡ് എക്സൈൻ ഈസ് മേഡ് അപ്പ് ഓഫ് സ്പോറോപോളനിൻ. അതേപോലെ എക്സൈന് ഹാർഡ്നെസ് കൊടുക്കുന്നത് സ്പോറോപോളനിൻ ആണെന്നും പറഞ്ഞു. ബട്ട് ഈ എക്സൈനിൽ ചില സർട്ടൻ പോയിന്റ്സിൽ മാത്രം ഈ സ്പോറോപോളനിൻ ആബ്സെന്റ് ആയിരിക്കും. അപ്പൊ എന്തായിരിക്കും? അവിടെ ആ ഭാഗത്ത് മാത്രം തിക്നെസ് കുറവായിരിക്കും അല്ലേ. ഈ ഒരു പോയിന്റിനെയാണ് ജേംപോർസ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഈ ജേംപോർസ് ഉള്ളത്? പോളൻ ഗ്രെയിൻ ജെർമിനേറ്റ് ചെയ്യണം അല്ലേ. ഈ പോളൻ ഗ്രെയിൻ ജെർമിനേറ്റ് ചെയ്യുമ്പോൾ പോളൻ ട്യൂബ് ഫോം ചെയ്യില്ലേ. ഇങ്ങനെ ഫോം ചെയ്യുന്ന പോളൻ ട്യൂബിന് പുറത്തേക്ക് ഗ്രോ ചെയ്യാൻ കഴിയണം. നമ്മൾ പറഞ്ഞു സ്പോറോപോളനിൻ ഒരു ഹാർഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. അപ്പോൾ സ്പോറോപോളനിൻ എക്സൈനിൽ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുകയാണെങ്കിൽ ഈ പോളൻ ട്യൂബിന് പുറത്തേക്ക് ഗ്രോ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഈ സ്പോറോപോളിന്റെ തിക്നെസ്സും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചില ഭാഗങ്ങളിൽ സ്പോറോപോളനിൻ ആബ്സെന്റ് ആയിരിക്കും. അവിടെ ഹാർഡ്നെസ് കുറവായിരിക്കും. ആ പോയിന്റിനെയാണ് എന്ത് പറയുന്നത്? ജേംപോർസ് എന്ന് പറയുന്നത്. ഈ ജേംപോറിലൂടെ പോളൻ ട്യൂബിന് പുറത്തേക്ക് ഗ്രോ ചെയ്യാൻ സാധിക്കും. സാധാരണ മോണോകോട്ടിന്റെ പോളൻ ഗ്രെയിന് 1 ജേംപോറും അതേപോലെ ഡൈക്കോട്ട് പോളൻ ഗ്രെയിന് 3 ജേംപോറും ആണ് സാധാരണ കാണാറ്. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞു സ്പോറോപോളിൻ എന്ന് പറയുന്നത് ഒരുപാട് സവിശേഷതകളുള്ള ഒരു മെറ്റീരിയൽ ആണെന്ന് അല്ലേ. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, സ്പോറോപോളിൻ കാണുന്നത് പോളൻ ഗ്രെയിൻ്റെ എക്സൈനിലാണ്. ആൻഡ് സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് റെസിസ്റ്റന്റ് ഓർഗാനിക് മെറ്റീരിയൽ ആൻഡ് ഇറ്റ് ക്യാൻ വിസ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ, സ്ട്രോങ് ആസിഡ് ആൻഡ് ആൽക്കലി and it cannot be degraded by the enzyme known so far. സ്പോറോപോളിൻ എന്നത് ഒരു ഹാർഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. അതോടൊപ്പം തന്നെ എത്ര ഹൈ ടെമ്പറേച്ചറിനെയും സ്ട്രോങ് ആസിഡ്സിനെയും ആൽക്കലിനും എല്ലാം വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി സ്പോറോപോളിനുണ്ട്. അതുമാത്രമല്ല എൻസൈമുകൾക്കും ഈ സ്പോറോപോളിനെ ഡീഗ്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. അത്രയ്ക്ക് റെസിസ്റ്റൻറ്റ് പവറുള്ള ഒരു ഓർഗാനിക് മെറ്റീരിയലാണ് സ്പോറോപോളിൻ. അതുകൊണ്ട് തന്നെ ഈ സ്പോറോപോളിൻ്റെ പ്രസൻസ് കൊണ്ട് തന്നെ പോളൻ ഗ്രെയിൻസ് നല്ലൊരു ഫോസിലാണ്. അതായത് സ്പോറോപോളിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടും സ്പോറോപോളിനെ പെട്ടെന്ന് ഡീഗ്രേഡ് ചെയ്യപ്പെടാത്തത് കൊണ്ടും ഈ പോളൻ ഗ്രെയിൻസ് എത്ര ഇയേഴ്സ് വേണമെങ്കിലും പ്രിസർവ് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ പോളൻ ഗ്രെയിൻസ് ആർ വെൽ പ്രിസർവ്ഡ് ആസ് ഫോസിൽസ്. സ്പോറോപോളിൻ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഞാൻ ഇന്ന് ഈ ക്ലാസ്സിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. എത്രയും പെട്ടെന്ന് ഞാൻ നെക്സ്റ്റ് ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കീപ് വാച്ചിങ്. താങ്ക് യു.